നിങ്ങൾ മന്തി കഴിക്കരുത് എന്ന് പറയുന്നത് അതൊക്കെ എപ്പോഴെങ്കിലും ഒരു മന്തിയൊക്കെ കഴിക്കാം, എപ്പോഴെങ്കിലും ആരോഗ്യവത്തല്ലാത്തതും ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കാമല്ലോ. എപ്പോഴും കോൾഗറ്റ് ഉപയോഗിച്ച് പല്ല് തേക്കരുത്, അത് നിങ്ങൾ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും. എന്തുകൊണ്ട്? അത് നിങ്ങൾക്കിത് പിന്നീട് ഞാൻ വരാം, ഭാഗത്തേക്കൊക്കെ ഞാൻ പിന്നീട് വരും. കോൾഗറ്റ് ഉപയോഗിച്ച് പല്ല് തേക്കരുത്, അത് നമ്മുടെ സാധനമല്ല, അത് നിങ്ങളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും. അപ്പോൾ തന്നെ ചാടരുത്, അല്ല എന്താ ഇയാൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ചാടരുത്. നമുക്ക് നമ്മുടേതായ ചേരുവകളുണ്ട്, ഭാരതീയരാണ്. ആദിമ മനുഷ്യൻ നമ്മുടെ സ്വത്താണ്. ആദം അള്ളാഹുവോട് നിങ്ങൾ ആരോഗ്യം ചോദിക്കണം, ഫിദ്ദുന്യ വൽ ആഖിറ. പുണ്യ റസൂൽ വേറെ ഒരുപാട് ഹദീസ്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ആയുർവേദം. ആയുസ്സിൻ്റെ വേദമാണ് എന്ത്? ആയുർവേദം. ദൗർഭാഗ്യകരമെന്നു പറയട്ടെ, ആയുർവേദത്തെയും ഇന്ന് യൂറോപ്പ് കൈയടക്കി. ഈ വൈദ്യങ്ങളുടെ എല്ലാം പിതാവാണ് ആര്? ലുക്മാൻ. മനസ്സിലാക്കണേ, ശ്രദ്ധിക്കണം. ലുക്മാൻ സെമിറ്റിക്കുകൾക്ക് പിന്നീട് കിട്ടിയ വൈദ്യശാസ്ത്രത്തിൻ്റെയും ഹാമിറ്റുകൾക്ക് കിട്ടിയ വൈദ്യശാസ്ത്രത്തിൻ്റെയും പിതാവായി ഗണിക്കപ്പെടുന്ന ആളാണ് ആര്? ഈ ലുക്മാൻ. നബിയല്ല, ഒരു ദൈവദൂതനൊന്നുമല്ല, പക്ഷേ വലിയൊരു തത്വജ്ഞാനിയാണ്. മനുഷ്യ സമൂഹത്തിന് നന്മ മാത്രം ചെയ്തൊരു തത്വജ്ഞാനിയാണ് ലുക്മാൻ. അങ്ങനെ വന്ന് ഇന്ത്യയിൽ കർണാടകം വരെ ലുക്മാൻ, ഈ കർണാടകത്തിൽ മനസ്സിലായില്ലേ, അവിടെ വരെ ലുക്മാൻ എത്തിയിട്ടു. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു മന്തിയെക്കുറിച്ച് പറഞ്ഞ ഒരു ചെറിയ കുറഞ്ഞ നേരത്തെ ഒരു സംസാരം പ്രഭാഷണ മധ്യം എടുത്തത് ആരോ എടുത്ത് അത് ക്ലിപ്പാക്കി എടുത്തു. നമ്മുടെ ഔദ്യോഗിക ചാനലോ പുറത്തൊന്നും എനിക്കറിയില്ല, എന്താണെങ്കിലും അത് ഗുണകരമായൊരു കാര്യമാണ് ആര് ചെയ്താലും. ദശലക്ഷക്കണക്കായ ആളുകൾ ആ പ്രഭാഷണത്തിൻ്റെ ആ ഭാഗം കേട്ടു. അവരിൽ വലിയ അഭിപ്രായങ്ങൾ വന്നു. അപ്പം നമ്മൾ ഇനി നോക്കിയിരിക്കാൻ പാടില്ല, ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു പോയി എന്ന ഒരു ബോധ്യം ഇതിനിടയിൽ എനിക്കുണ്ടായി. അതാണ് സത്യത്തിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണം തുടങ്ങാനുള്ള അടിസ്ഥാന ചോദന. പിന്നെ രണ്ടാമതായൊരു വിഷയം എന്താ, ഒരു മതപ്രഭാഷകൻ, ഒരു ധർമ്മപ്രഭാഷകൻ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് ചില ആളുകൾ അങ്ങനെയും ചിന്തിക്കും. അത് മതത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയതിലുള്ള അവരുടെ കാഴ്ചപ്പാടിലെ ഒരു അബദ്ധമാണ്. മതം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ വന്ന അബദ്ധമാണ്. മതം എന്നതിൽ നിന്ന് വിട്ടു നിൽക്കാവുന്ന ഒരു സാധനവും ഒരു കാര്യവും ഇല്ല. എല്ലാ മനുഷ്യൻ മതം, അത് യഥാർത്ഥ മതമാകുമ്പോൾ അത് സ്രഷ്ടാവിൻ്റെതാവും. സ്രഷ്ടാവ് മനുഷ്യന് നൽകുന്ന ഡയറക്ഷനാണ് മതം. സ്രഷ്ടാവായ തമ്പുരാൻ മനുഷ്യന് നൽകുന്ന ഡയറക്ഷനാണ് മതം. ആ ഡയറക്ഷനിൽ എല്ലാം ഉണ്ടായിരിക്കണം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിരിക്കണം. ഒന്ന്, അവനെ സംരക്ഷിക്കുക, അവൻ്റെ വായുവിനെ സംരക്ഷിക്കുക, അവൻ ശ്വസിക്കുന്ന വായു, അവൻ കുടിക്കുന്ന വെള്ളത്തെ സംരക്ഷിക്കുക, അവൻ ചലിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കുക. ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനുശേഷമാണ് ഹിയർ ആഫ്റ്റർ, ഇതിനപ്പുറത്തേക്കുള്ള പരലോകം എന്ന കാര്യം വരിക. ആദ്യത്തെ ഭാഗം മനുഷ്യൻ ഈ ലോകം ശ്രദ്ധിക്കണം. അപ്പം ഇതെല്ലാം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ചിന്തിക്കണം. ഭൗതികമായ പല സുഖങ്ങളെയും ത്യജിച്ച് ജീവിച്ച ആളും ലോകത്തെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരാളും ലോകത്തിന് വേണ്ടി തൻ്റെ സുഖങ്ങൾ ത്യജിച്ച ആളുകളിൽ ഏറ്റവും കേമനും മുന്തിയ ആളും ഏറ്റവും ഒന്നാമനുമാണ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടും തൻ്റെ പ്രാർത്ഥനകളിലെ അധികരിച്ച പ്രാർത്ഥനയും റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന എന്നാണ്. റബ്ബേ, എനിക്ക് ഈ ലോകത്ത് ഞങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും തരണം. അപ്പോൾ ഈ ലോകത്തെ ഗുണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇല്ല. അതിന് വളരെ ഒരു ചർച്ചകളുണ്ട്, ഞാൻ പിന്നീട് ഭംഗ്യന്തരേണ ഇപ്പം പറഞ്ഞേ ഉള്ളൂ, പിന്നെ അത് ചർച്ചകൾ വരും. അപ്പം മതം അത് ഒറിജിനൽ മതമാകുമ്പോൾ, അത് ആ മതത്തിന് ദൈവവുമായി ബന്ധമുണ്ടാകുമ്പോൾ, ചില മതങ്ങളിൽ ശാസനകളിലൊക്കെ മനുഷ്യൻ്റെ കൈകടത്തലുകൾ നടന്നതും ഉണ്ട്, അതൊന്നും ഇവിടുത്തെ ചർച്ചയല്ല. പക്ഷെ അത്തരം മതങ്ങൾ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അവിടെയെല്ലാം ഇത്തരം ചർച്ചകൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഭൗമമണ്ഡലത്തെ സംരക്ഷിക്കേണ്ട ചർച്ചകളൊക്കെ ഈ നിലവിൽ തന്നെ നിലനിൽക്കുന്നതായി കാണാൻ കഴിയും.
ഹൈന്ദവ മതത്തെ സംബന്ധിച്ചിടത്തോളം 99% വേദം നഷ്ടപ്പെട്ടൊരു മതമാണ് ഹൈന്ദവ മതം. 99% വേദം നഷ്ടപ്പെട്ടു പോയി. അതായത് 1% മാത്രമാണ്, അല്ലെങ്കിൽ 1 അല്പം ആണ് മതം എന്ന നിലയിൽ, വേദം എന്ന നിലയിൽ ഇന്ന് ഹൈന്ദവ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ചതുർവേദങ്ങളാണ് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനം. ഋഗ്വേദം, യജുർവേദം, സമവേദം, ഇങ്ങനെ അഥർവവേദം, ഇങ്ങനെ 4 ചതുർവേദങ്ങളിലാണ് സത്യത്തിൽ ഹൈന്ദവ മതം നിലനിൽക്കുന്നത്. ആ ഹൈന്ദവ മതത്തിൻ്റെ ഈ ചതുർവേദങ്ങളിൽ 99% BC നഷ്ടപ്പെട്ടിട്ടുണ്ട്. AD ഇല്ല. BC അലക്സാണ്ടറാണ് അതിൽ ഏറ്റവും ഭാഗം നഷ്ടപ്പെടുത്തിയത്. അലക്സാണ്ടർ കാലഘട്ടം BC 356 അലക്സാണ്ടർ ജനിച്ചു. 323 അലക്സാണ്ടർ മരണപ്പെട്ടു. അലക്സാണ്ടറുടെ പടയോട്ടം തന്നെ സത്യത്തിൽ ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ നശിപ്പിക്കുക എന്നതാണ് പ്രമുഖമായും അയാൾ ചെയ്തത്. അയാളൊരു ധർമ്മത്തിൻ്റെ ശത്രുവായിട്ടാണ് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ വിഡിത്തത്തിൻ്റെ വായ്ത്താരി നമ്മൾ എടുത്ത് പറയാനേ ഉള്ളൂ. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദങ്ങൾ അടിസ്ഥാനമായി ലഭ്യമായിട്ടില്ല. പിന്നീട് അവർക്ക് ലഭ്യമായതാണ്. അപ്പോൾ അതിനെ അവർക്ക് അവരുടേതായ രൂപത്തിൽ അവർ അലകും പിടിയുമൊക്കെ വേർപ്പെടുത്തി മാറ്റി തിരുത്തലുകൾക്ക് വിധേയപ്പെടുത്തുകയും ചെയ്തു. വളരെ കൃത്യമായ വേദം ഉണ്ടായിരുന്ന ഏഷ്യൻ രാജ്യങ്ങളിലെ വേദങ്ങളെ അവർ നശിപ്പിച്ചു. സൗരാഷ്ട്രമതം BC 6-ാം നൂറ്റാണ്ടിലോടുകൂടെ വരുന്നതാണ് സൗരാഷ്ട്രമതം. സൗരാഷ്ട്രമതത്തിൻ്റെ 100% സത്യത്തിൽ സൗരാഷ്ട്രീയൻ ഒരു നബിയാണ് എന്നാണ് മുസ്ലിം പണ്ഡിതന്മാരടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ വിശ്വസിക്കുന്ന ഒരു ദൈവ നിയോഗിക്കപ്പെട്ട ഒരു നബിയാണ്, ഒരു ദൂതരാണ് സൗരാഷ്ട്രൻ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. BC 6-ാം നൂറ്റാണ്ടിലാണ്. BC 4-ാം നൂറ്റാണ്ടിലാണ് അലക്സാണ്ടർ വരുന്നത്. സൗരാഷ്ട്രീയ മതത്തെ പൂർണ്ണമായി അലക്സാണ്ടർ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്നത് ക്രിസ്തുമതമാണ്. ക്രിസ്തുമതത്തിന് മുമ്പ് അലക്സാണ്ടർ കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് ബൈബിൾ ശകലങ്ങൾ ഇന്ന് ലോകത്ത് ബാക്കിയാവുന്നത്. ഇല്ലെങ്കിൽ അത് നശിപ്പിച്ചിരുന്നു. ഇതോടെ പറയാനുള്ളൊരു കാരണം എന്താ? അങ്ങനെയൊക്കെ വേദത്തിൻ്റെ 90% നഷ്ടപ്പെട്ട ഒരു ജനതയാണെങ്കിൽ പോലും നമ്മൾ ഹൈന്ദവ മതത്തിൻ്റെ ശേഷിപ്പുകൾ, ഇന്നത്തെ അതിൻ്റെ ശേഷിപ്പുകളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ ശേഷിപ്പുകളിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള വലിയ 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 ചർച്ചകൾ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ചർച്ച ഉണ്ടായിരിക്കും? വലിയ വലിയ ചർച്ചകൾ, ആരോഗ്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ എല്ലാ മതത്തിലുണ്ടായിട്ടുണ്ട്. അത് ഹിന്ദു മതമായാലും ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും എല്ലാ മതത്തിലും ആരോഗ്യം സംരക്ഷിക്കണം, ആരോഗ്യം എന്ന കാര്യത്തിൽ ചർച്ചയില്ലാത്ത ഒന്നുമില്ല. എല്ലാ മതത്തിലും ഉണ്ടത്. കാരണം മതം എന്നത് പടച്ചോൻ്റെ ലാഭത്തിന് വേണ്ടിയുള്ളതല്ല. പടച്ചോൻ്റെ ഒരു കാര്യത്തിലും ലാഭമില്ല. അവൻ യഥാർത്ഥ പടച്ചോനാണെങ്കിൽ. കാരണം എല്ലാവരും പടച്ചോൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടിയിൽ നിന്ന് ലാഭപ്രതീക്ഷ ഉള്ളവൻ സ്രഷ്ടാവാകൂല. മനസ്സിലായില്ല? ഒരു സ്രഷ്ടാവ് ഒറിജിനൽ സ്രഷ്ടാവാണെങ്കിൽ സ്രഷ്ടാവിന് സൃഷ്ടിയിൽ നിന്ന് ഒരു ലാഭപ്രതീക്ഷയോ നഷ്ടഭയമോ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇസ്ലാമിക് കൺസെപ്റ്റ്. അതാണ് ശരിയായ കൺസെപ്റ്റ്. അപ്പോൾ പിന്നെ ഈ സൗകര്യങ്ങളൊക്കെ നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? സൃഷ്ടിക്ക് വേണ്ടി തന്നെയാണ്. ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ, ഇവിടെയും അവിടെയുമുള്ള ആരോഗ്യം. സലുല്ലാഹൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ. അള്ളാഹുവോട് നിങ്ങൾ ആരോഗ്യം ചോദിക്കണം. ഫി ദുനിയ വൽ ആഖിറ. പുണ്യ റസൂൽ. വേറെ ഒരുപാട് ഹദീസ് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. സലുല്ലാഹൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ. ഈ ലോകത്തും പരലോകത്തും നിനക്ക് പ്രധാന ആരോഗ്യമാണ്. ഒരു കമ്മിയില്ലാതെ നീ ഇവിടെ മനസ്സിലായി, ഇവിടെയും ഒരു കമ്മി ഉണ്ടാകരുത്, അവിടെയും കമ്മി ഉണ്ടായിരുന്നു. സലുല്ലാഹുൽ ആഫിയ. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ.
എൻ്റെ വചനങ്ങളെ ഒരാൾ മറന്ന് ജീവിച്ചാൽ ഞാൻ അവനെ കുരുടനായി പരലോകത്ത് കൊണ്ടുവരും. അപ്പോൾ ഒന്നാമത്തെ നഷ്ടം എന്തിനു തന്നെയാണ്? പറ, ശരീരത്തിനാണ്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. ഏതാ സൂറത്ത്? ഇസ്രാ ആവാനാണ് സാധ്യത. ഇസ്രാ ആയിരിക്കും, ഇസ്രാ ആവാനാണ് സാധ്യത. നോക്കൂ, قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. അപ്പോൾ ഈ ലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും ആദ്യത്തെ നഷ്ടം ശരീരത്തിനാണ്. ശരീരത്തിൻ്റെ നഷ്ടം, അതാണ് നഷ്ടം. എത്ര നിങ്ങൾ പറഞ്ഞാൽ മതി മോനെ? എത്ര? എത്ര? 124. ഒന്നുകൂടി ഓതിയായത് ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. എവിടെ മുതൽ എവിടം വരെ? 124 മുതൽ. ഓക്കെ. അപ്പം ചിന്തിക്കുക, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ആരോഗ്യവത്തായ ഒരു അവസ്ഥ ഉണ്ടാകണം. ആരോഗ്യം പ്രധാനമാണ്. ഇസ്ലാമിൽ അത് പ്രധാനമാണ്, ക്രിസ്തു മതത്തിൽ പ്രധാനമാണ്, ഹിന്ദു മതത്തിൽ പ്രധാനമാണ്. അപ്പം ഇത് ഒരു ധർമ്മപ്രഭാഷകൻ ധർമ്മപ്രഭാഷകന് ഇടപെടാൻ പറ്റാത്തൊരു കാര്യമില്ല. എത്തിരി ഇടപെടാം. അവരേറ്റവും ചുരുങ്ങി ഇടപെടേണ്ടത് രാഷ്ട്രീയത്തിലാണ്. എന്നാൽ ഇന്ന് തിരിച്ച് അട്ടിമറിച്ചു. അപ്പം മതപ്രഭാഷകന്മാരും ധർമ്മപ്രഭാഷകന്മാരും ഏറ്റവും ചുരുങ്ങി ഇടപെടേണ്ടത്, അതൊരു അഡ്വൈസ് എന്ന നിലയിൽ ഇടപെടേണ്ടതുള്ളൂ. എന്തുകൊണ്ട്? ബ്രാഹ്മണൻ ക്ഷത്രിയനുമല്ല, ക്ഷത്രിയൻ ബ്രാഹ്മണനുമല്ല. ദൈവാന്വേഷിയാണ് ബ്രാഹ്മണൻ, ഭരണകർത്താവാണ് ക്ഷത്രിയൻ. രണ്ടാളുടെയും ഡ്യൂട്ടി രണ്ടാണ്. ഉമറാഇൻ്റെ പണി ഇമാറത്താണ്, ഉലമാഇൻ്റെ പണി ത്വലബുൽ ഇൽമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി. ഇസ്ലാം ജീവിക്കണമെങ്കിൽ ഭരണം ഉണ്ടായാൽ പോരാ, എന്ത് വേണം? ഇൽമിനെ അന്വേഷിക്കണം. ഇൽമാണ് പ്രധാനം, വിജ്ഞാനം. അപ്പോൾ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന് രാഷ്ട്രീയം ചർച്ചയാണെങ്കിലും പ്രമുഖമായ ചർച്ച അല്ല. ബ്രാഹ്മണന്റെ ചർച്ച ബ്രഹ്മം തേടിപ്പോകലാണ്. ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? ക്ഷത്രിയന്റെ ധർമ്മം ഭരണം നടത്തലാണ്. ക്ഷത്രിയനെ വേണമെങ്കിൽ ബ്രാഹ്മണന് സഹായിക്കാം, ദ്രോണന് വേണമെങ്കിൽ പാണ്ഡവരെയോ കൗരവരെയോ സഹായിക്കാം. പക്ഷെ ദ്രോണൻ ഭരണകർത്താവല്ല. അതൊക്കെ ചിന്തിക്കണം. അപ്പം മതത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസാനത്തെ പാർട്ടാണ് രാഷ്ട്രീയം. 99-100% വളരെ ബുദ്ധിമുട്ടിയാലല്ലാതെ പണ്ഡിതൻ രാഷ്ട്രീയത്തെ പ്രധാനമായി കയ്യിലെടുക്കാൻ പാടില്ല. വളരെ കുടുങ്ങിയാലേ കയ്യിലെടുക്കാൻ പാടുള്ളൂ. കാരണം അതിന് പാർട്ടി തന്നെ വേറെയാണ്. അതെല്ലാ മതത്തിലും അങ്ങനെയാണ്. ബ്രഹ്മം തേടിപ്പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭരണം അയാൾക്ക് ഹിതമല്ല, അയാളുടെ ഡ്യൂട്ടി അതല്ല. പക്ഷേ അതും മതത്തിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചെന്നാണ്, ഹിന്ദു മതമായാലും ഇസ്ലാം മതമായാലും ഈ അടുത്ത കാലഘട്ടത്തിൽ രാഷ്ട്രീയം പ്രധാനപ്പെട്ട വിഷയമാക്കിയിട്ടാണ് പണ്ഡിതന്മാർ കൊണ്ടു നടന്നത്. അത് സമൂഹത്തിന് വന്ന ഒരു മൂല്യച്യുതിയാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയാതെ പോകും. അത് എന്ത് പണ്ഡിതന്മാർക്കും ഇപ്പോൾ കഴിയുന്നില്ല. കാരണം ഭരണം പിടിച്ചടക്കലും നിലനിർത്തലും ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ആ കൂട്ടത്തിൽപ്പെട്ടവരും ഈ കൂട്ടത്തിൽപ്പെട്ടവരും വിചാരിക്കുന്നത്. ഇതാണ് വർഗീയത വളർത്തിയത്. രണ്ടു കൂട്ടരും സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ പറയുമ്പോൾ വർഗീയത എങ്ങനെ ഉണ്ടാവാനാണ്? അപ്പം ഇത് ആചാര്യ വാഗ്ഭടൻ്റെതാണ്. 1-ാം പാഠ്യം 2-ാം പാഠ്യം അഷ്ടാംഗ ഹൃദയമാണ് ഈ കാണുന്നത്. അഷ്ടാംഗ ദർശനം, അഷ്ടാംഗ ഹൃദയം, ഇതൊക്കെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ അഷ്ടാംഗ സംഗ്രഹത്തിനും പിന്നെ അഷ്ടാംഗ ഹൃദയത്തിനും ഉണ്ടായിട്ടുണ്ട്.
അഷ്ടാംഗ ഹൃദയം ആയാലും അഷ്ടാംഗ സംഗ്രഹമായാലും ഇത് കൊണ്ടുവരുന്നത് ആചാര്യ വാഗ്ഭടനാണ്. വാഗ്ഭടൻ്റെ കാലഘട്ടത്തിൽ ചെറിയ തർക്കങ്ങളുണ്ടെങ്കിലും AD 500-ലായിരിക്കും, 500-ൻ്റെ ചുറ്റുപാടിലായി 500-ൻ്റെയും 550-ൻ്റെയും ഇടയിലാണ് ആചാര്യ വാഗ്ഭടൻ ജനിച്ചതെന്ന് കണക്കാക്കപ്പെടുന്നു. ആരോഗ്യശാസ്ത്രത്തിൽ ഹൈന്ദവ മതത്തിലെ ത്രിമൂർത്തികൾ, അത് ഭാഷാപരമായി പറയാണ്, അല്ലാതെ സാങ്കേതിക അർത്ഥത്തിലല്ല. ആചാര്യ വാഗ്ഭടൻ എന്ന് പറയുന്ന ആള് ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തും അദ്ദേഹം ആരോഗ്യത്തിലെ ത്രിമൂർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമനാണ്. 1 ചരകസ്വാമികൾ, 2 ശുശ്രുതസ്വാമികൾ, 3 ആചാര്യ വാഗ്ഭടൻ. മൂന്നാമതായി വരുന്നത് വാഗ്ഭടനാണ്. എന്നാൽ ഭാരതത്തിൻ്റെ ഭാരതത്തിന് കിട്ടിയ ഈ 3 ആചാര്യന്മാരും ഭാരതത്തിൻ്റെ ഒരു മുതലാണ്. മുതലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരാൾ വലിയൊരാളാവുമ്പോൾ ആ ആൾ ഒരാളുടെ മാത്രം ആളാവൂല, എല്ലാവരുടെയും ആളാവും. അപ്പം ഇതിപ്പോൾ ഞാൻ അഷ്ടാംഗ ഹൃദയം ഞാൻ തന്നെ വാങ്ങി സൂക്ഷിച്ച് പഠിക്കുന്ന ഒരു സാധനമാണ്. വെറുതെ ഒരു കാര്യം പറയൂല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഒരു കാര്യം പഠിക്കാതെ പറയൂല. അബദ്ധത്തിലൊരഭിപ്രായം വന്നു പോയാൽ മാപ്പ് പറയും. അപ്പോൾ ഇതൊക്കെ പഠിച്ച് പറഞ്ഞ വിഷയങ്ങളാണ്, ഇതൊക്കെ പഠിച്ചതാണ്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മന്തി കഴിക്കരുത് എന്ന് പറയുന്നത്, അതൊക്കെ എപ്പോഴെങ്കിലും ഒരു മന്തിയൊക്കെ കഴിക്കുക, എപ്പോഴെങ്കിലും. ആരോഗ്യവത്തല്ലാത്തതും ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ. എപ്പോഴും കോൾഗറ്റ് ഉപയോഗിച്ച് പല്ല് തേക്കരുത്, അത് നിങ്ങളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും. എന്തുകൊണ്ട്? അത് നിങ്ങൾക്കിത് പിന്നീട് ഞാൻ വരാം, ഭാഗത്തേക്കൊക്കെ ഞാൻ പിന്നീട് വരും. കോൾഗറ്റ് ഉപയോഗിച്ച് പല്ല് തേക്കരുത്, അത് നമ്മുടെ സാധനമല്ല, അത് നിങ്ങളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും. അപ്പോഴത്തന്നെ ചാടരുത്. എന്താ ഇയാൾ ഈ പറയുന്നതെന്ന് പറഞ്ഞ് ചാടരുത്. നമുക്ക് നമ്മുടേതായ ചേരുവകളുണ്ട്. ഭാരതീയരാണ്. ആദിമ മനുഷ്യൻ നമ്മുടെ സ്വത്താണ്. ആദിമ മനുഷ്യൻ ഭാരതീയനാണ്, ഇന്ത്യക്കാരനാണ്, നമ്മൾ മുതല. ലോകർക്ക് മനുഷ്യരെ സംഭാവന ചെയ്ത ആദ്യ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ എല്ലാ സംസ്കാരം നമ്മളിലുണ്ടാവണം. വൈവിധ്യങ്ങളുടെ ചേർച്ച എന്നാണ്. ഇത്ര ഒരു നന്മയില്ല. ഒരാൾ ഭാരതത്തെ കണ്ടില്ലെങ്കിൽ അയാൾ ലോകത്തെ കണ്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചത് ഇന്ത്യയിലൂടെയുള്ള യാത്രയാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഞാൻ ചിലവാക്കിയിട്ടുണ്ട്, ഒരു വലിയ കാലഘട്ടം. ഇന്ത്യ മുഴുവൻ ഇളക്കി മറിച്ച് ജീവിച്ചിട്ടുണ്ട്. എവിടേക്കെ പോയിട്ട് എവിടെയും പോയിട്ടുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ വലിയൊരു കാലഘട്ടം ഇന്ത്യയിലൂടെ യാത്രയാണ്. വിവിധ ദേശങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, ഭാഷകൾ, ലിപിയുള്ളത്, ലിപിയില്ലാത്തത്. ലിപിയുള്ള ഭാഷയേക്കാൾ എത്രയോ അധികം വരും ലിപിയില്ലാത്ത ഭാഷകൾ ഇന്ത്യയിൽ. ചില ഭാഷകൾ മൺമറഞ്ഞു, ഇപ്പോഴും ചില ഭാഷകളുണ്ട്. 1000 ചില്ലാനം ഭാഷകൾ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. 1000 ചില്ലാനം, 1400 ചില്ലാനം എന്നൊരു അഭിപ്രായം ഞാനൊരിടത്ത് കണ്ടു. ഭാഷകൾ. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ആയുർവേദം. ആയുസ്സിൻ്റെ വേദമാണ് എന്ത്? ആയുർവേദം. ദൗർഭാഗ്യകരമെന്നു പറയട്ടെ, ആയുർവേദത്തെയും ഇന്ന് യൂറോപ്പ് കൈയടക്കി. ഇന്ന് ആയുർവേദത്തെയും ഒരു സംശയദൃഷ്ടിയോടെ മാത്രമേ നോക്കാൻ കഴിയുന്നുള്ളൂ. എന്തുകൊണ്ട്? കച്ചവട മനസ്ഥിതി അവിടെയെല്ലാം കയറിക്കൂടി. ഇവരൊന്നും കച്ചവടക്കാരല്ല. വാഗ്ഭടൻ കച്ചവടക്കാരനല്ല, സുശ്രുതൻ ഒരു കച്ചവടക്കാരനല്ല, ചരകൻ ഒരു കച്ചവടക്കാരനല്ല. അവരൊക്കെ മാനവ സമൂഹത്തിന് നന്മ ചെയ്തവരാ. പടച്ചവൻ ഞാൻ നിയോഗിക്കപ്പെട്ടവർ. അവരാരൊക്കെയാണെന്ന് പടച്ചവനെ അറിയൂ. ആരൊക്കെയാണ് അവർ? അറിയൂല. എൻ്റെ വീക്ഷണപ്രകാരം ചരകൻ നബിയാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഞാൻ പലവട്ടങ്ങളോട് പറഞ്ഞു, ചരകസൂത്രം സത്യത്തിൽ ഖുർആനിലെ ചില അധ്യായങ്ങളോട് നിന്ന് അതുപോലത്തെ ചില സതുപദേശങ്ങൾ അതിൽ കാണാം ചരകസൂത്രത്തിൽ. എന്നല്ല, ചരകൻ തന്നെ പറയാണ് എന്ത്? ചെടി നാടാകെ ചുറ്റി സഞ്ചരിക്കുക ചരക മഹർഷി. എന്നിട്ട് പറയുന്നത് ചെടി എന്നോട് പറഞ്ഞു എന്നാ. ചെടി എന്നോട് പറഞ്ഞു.
ഒരു സസ്യം എന്നോട് പറഞ്ഞു ഞാൻ ഇന്നാലിന്നതിനുള്ള ഔഷധമാണ് എന്ന് ചെടി എന്നോട് പറഞ്ഞു എന്നാണ് ചരകൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിക ഭാഷയനുസരിച്ച് ചിലപ്പോൾ നബിയാകാം, ഏറ്റവും ചുരുങ്ങിയത് ഒരു വലിയെങ്കിലും ആണ് ആര്? ചരകൻ. ചരിത്രം പഠിക്കുമ്പോൾ ഇപ്പോൾ ആ ഇസ്ലാമിക കൺസെപ്റ്റിൽ ലുക്മാനാണ് സത്യത്തിൽ ആ ആയുർവേദത്തിൻ്റെ ഒരു അടിസ്ഥാനം. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഇവരൊക്കെ വ്യത്യസ്ത കാലക്കാരും ആ കാലത്ത് ഭാഷ ദേശം ഇതിനെയും ജനനം മരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കൃത്യമാക്കി എഴുതി വെക്കുന്നൊരു കാലഘട്ടം ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിയും. ലുക്മാൻ കർണാടകം വരെ എത്തിയിട്ടുണ്ട് എന്ന വിവരം എൻ്റെ കയ്യിലുണ്ട്. ലുക്മാൻ കർണാടകത്തിൽ വന്നിട്ടുണ്ട്. കർണാടകം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യ. ഒരു കാലത്ത് ദക്ഷിണേന്ത്യ മൊത്തം ഒന്നാണ്. അപ്പം നമ്മളെ നാട് എന്ന് പറയാം. ആര്? ലുക്മാൻ പ്രധാനമായി ജനിക്കുന്നത് സുഡാൻ്റെയും മിസ്റിൻ്റെയും കുറഞ്ഞ ഒരു അത് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ. ചില കാലത്ത് അത് എന്താ പറയുക, ചില കാലത്ത് അത് സുഡാനിലേക്കും വരും, ചില കാലത്ത് അത് മിസ്റിലേക്കും വന്നിട്ടുണ്ട്. ആ ഭാഗത്താണ്, അതായത് സീനായ് മരുഭൂമിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ഭാഗം. സീനായ് മരുഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഭാഗത്താണ് ആര് ജനിക്കുന്നത്? ലുക്മാൻ റളിയല്ലാഹു. വലിയ മഹാൻ, നബിയല്ല, കാന ഹക്കീമൻ, തത്വജ്ഞാനിയ, ചികിത്സാരിയ. ലോകമാകെ ചുറ്റി സഞ്ചരിച്ച അക്കാലത്ത് എവിടെയൊക്കെ മനുഷ്യ സംസ്കാരമുണ്ടോ അവിടെയെല്ലാം ചുറ്റി സഞ്ചരിച്ച ഒരാളാണ് സയ്യിദുന ലുക്മാൻ. നിങ്ങൾ ആലോചിക്കുക, ലുക്മാൻ്റെ പേരിൽ ഖുർആനിൽ ഒരു അധ്യായം അല്ലാഹു നൽകിയിട്ടുണ്ട്. ലുക്മാൻ നബിയാണോ? നബിയല്ല. എന്നാൽ നബിയുടെ പേരിലൊക്കെ ഖുർആനിൽ അധ്യായമുണ്ടോ? പറ, ഉണ്ടോ? ഇല്ല. ഇബ്രാഹിം എന്ന പേരിൽ ഒരു അധ്യായമുണ്ടെങ്കിലും ഇബ്രാഹിമിൻ്റെ പ്രധാനപ്പെട്ട ലോകാവസാനം വരെ മനുഷ്യ സമൂഹത്തിലെ ഒരു ഉന്നതമായ ധർമ്മപക്ഷത്തുള്ള ഒരു ജനതയെ നിലനിർത്തുന്നതിൻ്റെ പിതാവായാണ് ഇസ്മായിൽ. ഇസ്മായിലിൻ്റെ പേരിൽ ഒരു അധ്യായം ഖുർആനിൽ ഇല്ല. ഇസ്രായേലി ജനതയുടെ പിതാവാണ് സയ്യിദുന ഇസ്ഹാഖ്. അവരുടെ പുത്രൻ യാക്കൂബ്. അവരുടെ പേരിലൊന്നും ഖുർആനിൽ അധ്യായം ഇല്ല. ഇവരൊക്കെ ദൈവദൂതന്മാരാണെന്ന കാര്യത്തിൽ തർക്കമില്ല, എന്നിട്ടും ഇല്ല. അതേസമയത്ത് ലുക്മാൻ്റെ പേരിലുണ്ട്. സതുപദേശങ്ങളുടെയും തത്വജ്ഞാനങ്ങളുടെയും സോളെന്ന് പറയാം സൂറത്ത് ലുക്മാൻ എന്ന അധ്യായം. തത്വജ്ഞാനങ്ങളുടെ സോളാണ്. ഖുർആൻ നിറയെ തത്വജ്ഞാനങ്ങളാണെങ്കിലും തത്വജ്ഞാനങ്ങളുടെയും തത്വജ്ഞാനങ്ങളായിട്ടാണ് എന്ത് വരുന്നത്? സൂറത്ത് ലുക്മാൻ. അപ്പോൾ ഈ മഹാൻ യാത്ര ചെയ്തപ്പോൾ അറബി എന്താ പറയുക, അറബിക് വൈദ്യങ്ങൾ, പിൽക്കാലഘട്ടത്തിൽ സെമിറ്റിക്കുകൾ കൊണ്ട് നടന്ന വൈദ്യങ്ങൾ, ഹാമിറ്റിക്കുകൾ കൊണ്ട് നടന്ന വൈദ്യങ്ങൾ, ഈ വൈദ്യങ്ങളുടെ എല്ലാം പിതാവാണ് ആര്? ലുക്മാൻ. മനസ്സിലാക്കണേ, ശ്രദ്ധിക്കണം. ലുക്മാൻ സെമിറ്റിക്കുകൾക്ക് പിന്നീട് കിട്ടിയ വൈദ്യശാസ്ത്രത്തിൻ്റെയും ഹാമിറ്റുകൾക്ക് കിട്ടിയ വൈദ്യശാസ്ത്രത്തിൻ്റെയും പിതാവായി ഗണിക്കപ്പെടുന്ന ആളാണ് ആര്? ഈ ലുക്മാൻ. മനസ്സിലായോ പറഞ്ഞത്? ആ ലുക്മാൻ നബിയല്ല, ഒരു ദൈവദൂതനൊന്നുമല്ല, പക്ഷെ വലിയൊരു തത്വജ്ഞാനിയാണ്. മനുഷ്യ സമൂഹത്തിന് നന്മ മാത്രം ചെയ്ത ഒരു തത്വജ്ഞാനിയാണ് ലുക്മാൻ. അങ്ങനെ വന്ന് ഇന്ത്യയിൽ കർണാടകം വരെ ലുക്മാൻ, കർണാടകത്തിൽ മനസ്സിലായില്ലേ, അവിടെ വരെ ലുക്മാൻ എത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രം. അവർ ആചാര്യന്മാരാണ്. അവർ ലോകമാകെ സഞ്ചരിക്കും. എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ സഹായം കൊടുക്കും. അതിൽ മതവും ജാതിയും ഇല്ല. അവർക്ക് കൃത്യമായ നിലപാടുണ്ടാവുകയും ചെയ്യും. മനസ്സിലായില്ല? ഒരു മഹാനൊരു നിലപാടുണ്ടാവും, അത് ദൈവികമായ നിലപാടായിരിക്കുകയും ചെയ്യും. മനസ്സിലായോ? പിൽക്കാലഘട്ടത്തിൽ അവർ എത്രയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടവരാരും ആയാലും ദൈവികമായ മെസ്സേജുകളുടെ ഒരു സ്റ്റേഷനായിരിക്കും അവർ. അപ്പോൾ അവർക്ക് ദൈവബന്ധം ഉണ്ടായിരിക്കും. പടച്ചതമ്പുരാനോട് ബന്ധമില്ലാത്ത ഒരാൾക്ക് ആചാര്യനാവാൻ ഒരിക്കലും കഴിയില്ല. അതേപറ്റി നമുക്കിപ്പോൾ അയോധന കലകൾ, കളരി, ഇപ്പോഴത്തെ അയോധന കലകൾ, അവിടെ വരെ നമ്മൾക്ക് അടിസ്ഥാനം പരിശോധിച്ചാൽ ദൈവബന്ധമുള്ള ആചാര്യന്മാരാണ് അതെല്ലാം മാനവ സമൂഹത്തിന് നൽകിയത് എന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നിങ്ങൾ ചിന്തിക്കണം. 135 വർഷത്തോളം ആചാര്യ വാഗ്ഭടൻ ജീവിച്ചിട്ടുണ്ട് എന്നാണ്. അതായത്
ഇപ്പോൾ ഈ എന്താ പറയുക, ഏഷ്യൻ രാജ്യങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ഈ ഗ്രന്ഥം, പിൽക്കാലഘട്ടത്തിൽ വാഗ്ഭടൻ്റെ ഗ്രന്ഥം, ഈ 2 ഗ്രന്ഥങ്ങളും പിൽക്കാലഘട്ടത്തിൽ എന്താ കിതാബുൽ അസ്കന്ദർ എന്ന പേരിൽ ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ മനസ്സിലാവേണ്ട, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടം AD 8ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ജനിച്ചു. 9ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മരണപ്പെട്ടു പോയ ഭരണാധികാരിയാണ് ആര്? അബ്ബാസി ഭരണാധികാരിയാണ് ആര്? ഹാറൂൺ റഷീദ്. വാഗ്ഭട സ്വാമികൾ, വാഗ്ഭടൻ്റെ ഗ്രന്ഥങ്ങൾ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിൽ ചെറിയ വ്യത്യാസമുണ്ട്. നോർത്ത് ഇന്ത്യക്കാർ ആയുർവേദത്തിൽ പ്രധാനമായി പരിഗണിക്കുക ചരകനെ ആവുമ്പോൾ സൗത്ത് ഇന്ത്യക്കാർ കൂടുതൽ പരിഗണിക്കുക വാഗ്ഭടനെയാണ്. അതുകൊണ്ടാണ് അഷ്ടാംഗ ഹൃദയമാണ് സൗത്ത് ഇന്ത്യയിലുള്ള ആയുർവേദത്തിന് മുഴുവനും പ്രധാനമായി ഗണിക്കപ്പെട്ടത്. അതാണിത്. വാഗ്ഭടന് തന്നെ അഷ്ടാംഗ സംഗ്രഹവുമുണ്ട്, അഷ്ടാംഗ ഹൃദയവുമുണ്ട്. ആദ്യം എഴുതിയ അഷ്ടാംഗ സംഗ്രഹമാണ്, അതിനെ പുരസ്കരിച്ച് പിന്നീടാണ് എഴുതിയത്. വാഗ്ഭടൻ തന്നെ വേറെയും ഒരു വാഗ്ഭടൻ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പിന്നീട് ഒരു വാഗ്ഭടൻ വന്നിട്ടുണ്ട്. അത് AD 9ാം നൂറ്റാണ്ടിലാണെന്നും ഗണിക്കപ്പെടുന്നു. ചില ചൈനീസ് സഞ്ചാരികൾ 2ാം വാഗ്ഭടനെ കണ്ടതായി പറയുന്നുണ്ട്. 2ാം വാഗ്ഭടൻ്റെ ഖബർ മലപ്പുറം ജില്ലയിൽ പുലാമന്തോള ആണെന്ന് ഗണിക്കപ്പെടുന്നു. അത് 1ാം വാഗ്ഭടനല്ല, 2ാം വാഗ്ഭടനാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? വാഗ്ഭടന്മാർ 2 ഉണ്ട്. 1ാം വാഗ്ഭടനുമുണ്ട്, 2ാം വാഗ്ഭടൻ. AD 6ാം നൂറ്റാണ്ടിലാണ് 1ാം വാഗ്ഭടൻ. ഏതാണ് ഈ 6ാം നൂറ്റാണ്ട്? നമുക്ക് 6ാം നൂറ്റാണ്ട് പരിചയമുണ്ടല്ലോ. ഏത്? പുണ്യ റസൂൽ ജനിച്ച നൂറ്റാണ്ട് 571. 500ൻ്റെയും 550ൻ്റെയും ഇടയിലായിരിക്കും സിന്ധിൽ ആര് ജനിക്കുന്നത്? വാഗ്ഭടൻ. മനസ്സിലാവണ്ട പറഞ്ഞത്? 500ൻ്റെയും 550ൻ്റെയും ഇടയിൽ 571 ഹിജാസിൽ പുണ്യ റസൂൽ ജനിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാഗ്ഭടൻ 1ാം വാഗ്ഭടൻ 135 വർഷമെങ്കിലും ജീവിച്ചിട്ടുണ്ടാകും എന്നാണ് കണക്ക്. 135 വർഷം 1ാം വാഗ്ഭടൻ. പിന്നെ 9ാം ശതകത്തിലാണെന്നും അതല്ല 15ാം ശതകത്തിലാണെന്നും അഭിപ്രായമുള്ള 2ാം വാഗ്ഭടനുമുണ്ട്. അഷ്ടാംഗ ഹൃദയത്തെയും അഷ്ടാംഗ സംഗ്രഹത്തെയും ദക്ഷിണേന്ത്യയിൽ കൂടുതൽ പരിചയപ്പെടുത്തിയത് 2ാം വാഗ്ഭടനാണ്. 2ാം വാഗ്ഭടൻ ഒന്നിരിക്കൽ 9ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 15ാം നൂറ്റാണ്ട് എവിടെയോ ഇവിടുന്ന് കൃത്യതയില്ല. എന്നാലും 2ാമത്തിൽ വാഗ്ഭടനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പ്രധാനപ്പെട്ട പക്ഷക്കാരൻ 2ാം വാഗ്ഭടൻ ശ്രീലങ്കക്കാരനാണ്. 1ാം വാഗ്ഭടൻ സിന്ധിയാണ്. സിന്ധി എന്നാൽ ഇന്നത്തെ പാകിസ്ഥാൻ. അവരൊക്കെ നമ്മളെ ആചാര്യന്മാരാണ്, അവരെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. നമ്മളിതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മളെന്തിനാ അറിയുന്നത്? എന്ത് നമ്മൾ അറിയാൻ പാടില്ല? ഉത്തുലിബുൽ ഇൽമ വലൗ ബിസ്സീൻ. ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണം. അറിവ് മനുഷ്യനെ ജയിപ്പിക്കും. അറിവില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യന് വേണ്ടത് അറിവാണ്. അതിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ആ ജാതിയോ മതമോ ഇല്ല. ഒരു വയനാട്ടുകാരനായ ഒരു ആദിവാസിയുടെ കയ്യിലാണ് ഒരു വിജ്ഞാനമുള്ളത് എന്ന് കേട്ടാൽ നമ്മൾ എഴഞ്ഞിട്ടെങ്കിൽ അത് പോയി വാങ്ങണം. കാരണം വിജ്ഞാനത്തിന് എക്കാലത്തും ലോകത്തിന് അതിൽ ഗുണമുണ്ട്. മനുഷ്യനത് പോലും എനിക്ക് പറയാൻ തോന്നുന്നില്ല. എന്തുകൊണ്ട്? എല്ലാവർക്കും ഗുണമുള്ളതാണ് എന്ത്? വിജ്ഞാനം. അതിൽ നാക്കാലിക്ക് ഗുണമുണ്ട്. ഒരു നാക്കാലിക്ക് ദഹനക്കേട് സംഭവിച്ചാൽ മനുഷ്യൻ്റെ കയ്യിലുള്ള അറിവ് കൊണ്ടാണ് പരിഹാരം ഉണ്ടാക്കുക. ഞാൻ കണ്ടിട്ടുണ്ട്. നാക്കാലിക്ക് ദഹനക്കേട് സംഭവിച്ചപ്പോൾ എൻ്റെ ഉപ്പ ചികിത്സിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ അറിവ് കൊണ്ടാണ് ആര് രക്ഷപ്പെടുന്നത്? നാക്കാലി. കാട്ടിലെ നാക്കാലിയെ പറ്റി നമുക്ക് ബാധ്യതയില്ല. നമ്മളെ കൂടെയുള്ള നാക്കാലിയെ സംരക്ഷിക്കേണ്ടത് ഒരു പൂച്ചക്കുട്ടിയാണെങ്കിലും സംരക്ഷിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. ഒരു കോഴിക്കൊരു രോഗം വന്നാൽ അത് എവിടെയോ ജീവിക്കുന്ന രീതികാരിയാണ്, നമുക്ക് വിഷയമില്ല. നമ്മുടെ പരിധിയിൽ നമ്മുടെ നോട്ടത്തിലോ അറിവിലോ ഉള്ളതാണെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ അല്ലാഹു ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. നമ്മൾ ഇവിടുത്തെ ഒരു ഭരണകർത്താവാണ്. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കണം നമുക്ക് കഴിയണം. ഒരു കോഴി, ഒരു നായക്ക് രോഗം വന്നാൽ ചികിത്സിച്ച ഇമാമാണ്. നായക്ക് രോഗം വന്നിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി നായയെ കൃത്യമായി മരുന്ന് വെച്ച് കെട്ടി പോറ്റി സംരക്ഷിച്ച ഇമാമാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. നായ സംരക്ഷിച്ച ഇമാം.
നായക്ക് വേണ്ടി, അതിനു വേണ്ടി. ആരാ ഈ മനുഷ്യൻ? ആരാ? ഒരു നായ. അപ്പം ഈ മനുഷ്യൻ്റെ അറിവ് ഉപകരിക്കുന്നത് ഇവിടെ ആർക്കാണ്? ഒരു നായക്ക് പോലും. ഈ മനുഷ്യനാണ് ഇമാം ഷാഫിയുടെ ഉസ്താദ്. ലോകത്തെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഇമാമികൾ, പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിലും മറ്റും, ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലും ദക്ഷിണേന്ത്യയിൽ പൊതുവെ അംഗീകരിക്കുന്ന കർമ്മശാസ്ത്ര വിശാരദനായി ഗണിക്കപ്പെടുന്ന പ്രധാനിയാണ് ആര്? പറ. ഇമാം ഷാഫിഈ. ഈ ഇമാം ഷാഫിയുടെ ഉസ്താദാണ് ആര്? ഇമാം മാലിക് ബിൻ അനസ്. മാലിക് ബിൻ അനസ് ആണ് ആരെ ചികിത്സിച്ചിരുന്നത്? നായെ. ഇസ്ലാമിക് കൺസെപ്റ്റ് അനുസരിച്ച് നായ മുഖല്ലലായ നജസാണ്. തൊട്ടാൽ 7 ടങ്ങണം. അത് വേറെ ധർമ്മശാസ്ത്രം, ഇത് വേറെ ധർമ്മം. തൊട്ടാൽ എന്ന് പറഞ്ഞാൽ അവിടെ നായക്ക് രോഗം വന്നാൽ അവിടെ തൊടപ്പെട്ടാൽ എന്നുള്ള ചർച്ച അവിടെ ഇല്ല. കാരണം മനുഷ്യർ ഇവരുടെ മുന്നിൽ കർത്താവാണ്. ചെയ്യൽ മനുഷ്യൻ്റെ ബാധ്യതയാണ്. അതിന് മനുഷ്യന് എന്ത് വേണം? അറിവ് വേണം. അത് ചൈനയിലാണെങ്കിൽ അവിടുന്ന് പഠിക്കണം. അത് അഷ്ടാംഗ അറിവിന് ഒരു പരിധിയില്ല. അറിവിന് പരിധി വെക്കുന്നത് വർഗീയവാദമാണ്. അള്ളാഹു വർഗീയവാദത്തിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരൊക്കെ എല്ലാവരുടെയും ആളുകളാണ്. അപ്പോൾ അത് പഠിക്കണം. ഞാൻ ഈ പ്രഭാഷണത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നാണ് അഷ്ടാംഗഹൃദയം. കാരണം ഇതെല്ലാവർക്കും ഉപകരിക്കുന്ന കാര്യമാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കാരണം ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ മാത്രം ഒരു അനിവാര്യതയല്ല. എല്ലാവർക്കും ആവശ്യമാണ് ആരോഗ്യം. അതിൽ ഹിന്ദു ഇല്ല, മുസ്ലിം, ഈ പ്രഭാഷണം എല്ലാവരും ഫോളോ ചെയ്യണം എന്ന് വളരെ താഴ്മയോടെ ഞാൻ അതിൻ്റെ ആചാര്യന്മാരെയൊക്കെ അവരെല്ലാം ബഹുമാനിക്കുന്ന ആളാണ് ഈ പ്രഭാഷകൻ. ഞാൻ ഒരാളെയും തള്ളിക്കളയൂല. കാരണം അവരൊക്കെ സമൂഹത്തിൽ ചെയ്ത ഉപകാരങ്ങൾ വളരെ 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 വലുതാണ്. അവരെ ബഹുമാനിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചിന്തിക്ക്. AD 17-ാം നൂറ്റാണ്ടിലാണ് ഐസക് ന്യൂട്ടൺ വരുന്നത്. ന്യൂട്ടോണിക് ഏജ് ഇന്ന് അവസാനിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ മനുഷ്യൻ്റെ അധ്വാനം 10-16 മണിക്കൂറൊക്കെ വെള്ളം പോലും കുടിക്കാതെ ഇരുന്ന് പഠിച്ച ആളാണ് ആര്? സർ ഐസക് ന്യൂട്ടൺ. 16 മണിക്കൂർ ഇരുന്ന് പഠിക്കും ഹർദിൻ എല്ലാ ദിവസവും. ആ മനുഷ്യൻ്റെ വിജ്ഞാനം ജനങ്ങൾക്ക് ഇത്ര ഉപകാരമായി. അത് ന്യൂട്ടനല്ലേ, ന്യൂട്ടൻ ക്രിസ്ത്യാനിയല്ലേ എന്ന് പറയാൻ പാടില്ല. അവരൊക്കെ സമൂഹത്തിന് ഉപകാരം ചെയ്ത വലിയ മനുഷ്യരാണ്. അപ്പം അവരെ മതം കൊണ്ടല്ല അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ ചെയ്ത ഉപകാരം കൊണ്ടാണ്. അവരുടെ വിജ്ഞാനങ്ങൾ സംശുദ്ധമാകുമ്പോൾ ഇനി അതിനെ മറികടക്കുന്നൊരു വിജ്ഞാനം വന്നേക്കാം. പക്ഷെ അതില്ലോ ഇപ്പോൾ ഇന്ന് വരെയും ഇനി ഒരു പുതിയ വിജ്ഞാനം വന്നാൽ പോലും, ഇപ്പം ന്യൂട്ടനെ മറികടക്കുന്നൊരു വിജ്ഞാനം വന്നാൽ പോലും നമ്മൾ ന്യൂട്ടനെ തള്ളാൻ പാടില്ല. എന്തുകൊണ്ട്? ആ വിജ്ഞാനത്തിൽ നിന്നാണ് ഈ വിജ്ഞാനം ഉണ്ടായത്. അതിൽ നിന്നാണ് പുതിയൊരു വിജ്ഞാനം ഉണ്ടാവുക. വിജ്ഞാനിയർ എന്നൊരു വിജ്ഞാനിയർ തന്നെയാണ്. അപ്പോൾ ചിന്തിക്കണം. ഇത് തമാശയല്ല, ഇത് ഗൗരവമായി മനസ്സിലാക്കണം.